ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ശിവരാത്രി സ്പെഷ്യൽ ഒരു വടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ശിവരാത്രിക്കൊക്കെ എങ്ങനെയാണ് നമ്മൾ വട കഴിക്കുന്നത്, വട കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ വട നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ശിവരാത്രി അല്ലെങ്കിൽ ഏത് വ്രതമാണെങ്കിൽ നമുക്ക് ഒത്തിരി വിശക്കില്ല, അന്നത്തെ ദിവസം ഇച്ചിരി എക്സ്ട്രാ വിശപ്പ് കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങളിതിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നമുക്ക് നല്ല വയറ് ഫുള്ളായിട്ട് നമുക്ക് ഇരിക്കും കേട്ടോ, നമുക്ക് കഴിക്കാവുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാൽ ഏറ്റവും ആദ്യമാണെങ്കിൽ ഒരു സ്വീറ്റ് പൊട്ടേറ്റോ എന്ന് വെച്ചാൽ മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി നമുക്കെടുക്കാം. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കൊരു ഗ്രേറ്ററിനകത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആണെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം, അരിഞ്ഞത്. മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ആണെങ്കിൽ വെളുത്തുള്ളി 2 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ആണെങ്കിൽ കുറച്ച് കപ്പലണ്ടി വറുത്തത് ഒന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്, അത് മാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇവിടെ ആണെങ്കിൽ വ്രതത്തിന് കഴിക്കാൻ വേണ്ടി വേറെ ഉപ്പാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഏതാ കഴിക്കുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി. അത് നമുക്കാണെങ്കിൽ സ്റ്റഫിങ് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാറ്റർ റെഡിയാക്കാം. ഇവിടെ ആണെങ്കിൽ വ്രതത്തിന് കഴിക്കാനായിട്ട് ഇങ്ങനെ പൊടി കിട്ടും കേട്ടോ. അത് കഴിക്കാനായിട്ട് നമുക്കിങ്ങനെ ഇന്നത്തെ ഡിപ്പ് ചെയ്ത് നിങ്ങൾ ഏതാ കഴിക്കുന്നത്, ഗോതമ്പ് പൊടി കഴിക്കുകയാണെങ്കിൽ അതാണെങ്കിൽ എടുത്താൽ മതി കേട്ടോ. അതിൽ ഉപ്പും പിന്നെ കുറച്ച് കുരുമുളകും ക്രഷ് ചെയ്തും കൂടെ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ഈ നമ്മൾ സ്റ്റഫിങ് റെഡിയാക്കി വെച്ചേക്കുന്നില്ല, അത് ചെറിയ ചെറിയ കുഞ്ഞ് ബോൾസാക്കി എടുക്കാം. നാരങ്ങ വലുപ്പത്തിന് ബോൾസാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ബാറ്റർ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്കാണെങ്കിൽ എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് വറുത്തോരി എടുക്കാവുന്നേ ഉള്ളൂ. കുറച്ച് പച്ചമുളക് അതിൻ്റെ കൂട്ടത്തിൽ വറുത്തത്, ഇവിടെയൊക്കെ പച്ചമുളക് വറുത്തത് അതിൻ്റെ കൂട്ടത്തിൽ കിട്ടും കേട്ടോ. അങ്ങനെ കഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ ചട്നിയുടെ കൂടെ ആണെങ്കിലും കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എന്നെ അറിയിക്കണേ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്നോട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേപോലെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. പിന്നെ ഫുള്ളായിട്ട് വീഡിയോസ് കണ്ടും സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. പിന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്തൊക്കെയാണ് പുതിയ വീഡിയോ എന്തൊക്കെ കാണാൻ താല്പര്യം വെച്ചാൽ എന്നെ അറിയിക്കാനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയുന്നോട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസിന് ഹാപ്പി ശിവരാത്രി. ഹർ ഹർ മഹാദേവ്.